2036 ഒളിമ്പിക്സിന് ആതിഥ്യമരുളാൻ ഭാരതം ആവേശത്തോടെ തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഭാരതത്തിലാണ് നടക്കുക. നിരവധി സ്പോർട്സ് ഇവന്റുകൾ ഭാരതത്തിൽ നടക്കാനിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കാം. 2030 में भारत कॉमनवेल्थ गेम्स की मेजबानी करने जा रहा है और जैसा मेरे मित्र ने बताया, हम 2036 में ओलंपिक्स भारत में आयोजित करने का भी प्रयास कर रहे हैं. 2032 में ब्रिस्बेन ओलंपिक्स होस्ट करेगा. इन ग्लोबल इवेंट्स को आयोजित करने के लिए मेगा स्केल पर स्पोर्ट्स इंफ्रास्ट्रक्चर तैयार किया जाएगा. यानी आने वाले वर्षों में हमें एक दूसरे से सीखने के, एक दूसरे के साथ मिलकर काम करने के अनेक नए अवसर प्राप्त होंगे. ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, എത്രത്തോളം ആവേശം പകരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രഖ്യാപനം? പ്രജിത്ത്, തീർച്ചയായും ഏറ്റവും ആവേശകരവും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ യുവാക്കളുടെ പ്രതീക്ഷ ഉയർത്തുന്നതുമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രഖ്യാപനം എന്ന് പറയുക വയ്യ, നേരത്തെയുള്ള ആസൂത്രണങ്ങളൊക്കെ അതിന് പിന്നിലുണ്ട് എന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിൽ കൂടി ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നതിൽ 36 ഒളിമ്പിക്സ് ഭാരതത്തിൽ നടത്താനുള്ള മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ അത് കാര്യമായി ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന 10 വർഷത്തിനുള്ളിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ ഒളിമ്പിക്സിന് തയ്യാറാകുന്നതിന് വേണ്ടി അനിവാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്പോർട്സ് രംഗം തന്നെ വൻ പുരോഗതി നേടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാവുക എന്നതാണ്. അതാണ് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാന കാര്യം. 2030 കോമൺവെൽത്ത് ഗെയിംസിനും അത്തരത്തിലൊരു സാധ്യത ഭാരതത്തിൽ നടക്കാനിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കേണ്ടത് ഓസ്ട്രേലിയയുമായി ചേർന്ന് വൻതോതിൽ സ്പോർട്സ് രംഗത്ത് മുന്നേറാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനൊക്കെയുള്ള ഓസ്ട്രേലിയയുടെ എക്സ്പെർട്ടൈസ് പ്രയോജനപ്പെടുത്തുന്നതിന്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സാങ്കേതിക പിന്തുണ ലഭ്യമാക്കുന്ന ഒരു സാധ്യതയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റീവ് ഉൾപ്പെടെയുള്ള പഴയ വെറ്ററൻ ക്രിക്കറ്റർമാർ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മുഖങ്ങളായിരുന്ന ക്രിക്കറ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റിൻ്റെ പുതിയ തലമുറയുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പല സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഇടങ്ങളും നടന്നു കാണുകയായിരുന്നു പ്രധാനമന്ത്രി. അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വൈദഗ്ധ്യം, അതായത് കേവലം ഒരു സ്റ്റേഡിയം സന്ദർശനം എന്നതിലുപരി, അല്ലെങ്കിൽ ഭാരതത്തിലെ നിരവധി ക്രിക്കറ്റ് ആസ്വാദകർക്കും ചെറുപ്പക്കാർക്കും ആവേശമായ ഒരു സ്റ്റേഡിയം എന്നതിനപ്പുറം ആ സ്റ്റേഡിയത്തിന്റെ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കി സാധ്യതകൾ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കിപ്പോൾ വിവരങ്ങൾ നൽകിയത്.